ഹലോ, ആ മുള്ളണിക്കാടോ ലോ ബാറ്ററി. ആ ഞാൻ നോക്കിക്കോളാം. ഹലോ ഹലോ, മുള്ളണിക്കാട് സൈഡ് ഓണറല്ലേ? അതെ, ആരാ വിളിക്കുന്നേ? അച്ഛൻ ഞാൻ ആ ടവറിലെ ടെക്നീഷ്യനാ. നിർത്തിയിട്ട് പറയോ? പിന്നെ നമ്മുടെ സൈറ്റിലോട്ട് സപ്ലൈ ഇല്ല. അപ്പൊ സൈറ്റിലോട്ട് കേറിട്ട് എന്നെ ഒന്ന് വിളിക്കാവോ? ഒന്ന് മിസ് കോൾ അടിക്കാവോ? വിളിക്കാം. ശരി ശരി, ഓക്കെ ഓക്കെ. ബാബാ സൈഡിൽ നിന്ന് പറഞ്ഞു. ഹലോ, അച്ഛാ എവിടെയാ? സൈറ്റിലുണ്ടോ? ഞാൻ നിങ്ങളുടെ സൈറ്റിലെത്തി. ഓക്കെ അച്ഛാ, ഒരു ഹെൽപ്പ് ചെയ്യാം അച്ഛാ. പറ. നമ്മുടെ മീറ്റർ ബോക്സിന് അടുത്തോട്ടൊന്ന് പോവോ? പോവാലോ. മീറ്റർ ബോക്സ് തുറന്നേ. അതെ, സപ്ലൈ ഉണ്ടോ? ലൈറ്റ് വല്ല LED വല്ലതും കത്തുന്നുണ്ടോ? രണ്ട് ലൈറ്റേ ഉള്ളൂ അല്ലേ? 2 LED ഉള്ളൂ. അപ്പൊ ഒരു ലൈൻ ഇല്ലല്ലേ? ഓക്കെ. നമ്മള് കേറുന്ന ഭാഗത്ത് ഗേറ്റിന് നേരായിട്ട് ഒരു ജനറേറ്റർ ഇല്ലേ? ഒന്ന് സ്റ്റാർട്ട് ആക്കാവോ? നമ്മുടെ ഗേറ്റിൽ നിന്ന് കയറി വരുമ്പോ ഇടത് സൈഡിലുള്ള ഡോറ്. അല്ല, ബാറ്ററി ഇരിക്കുന്ന സൈഡല്ല, നേരെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പോവാമോ? പോവാം. അവിടെ ഒരു താക്കോലിരിക്കുന്ന ഒരു ബോക്സ് കണ്ടോ? അതൊന്ന് തിരിക്കാവോ? ഡീസൽ നോക്കാൻ അറിയാമോ? ആ ഒരു വടിയിട്ട് ടാങ്കിലോട്ട് നിട്ട് നോക്കാവോ? നമ്മുടെ ആ തിരിക്കുന്ന ഇതിന്റെ തൊട്ടപ്പുറത്തെ ഡോറ് തുറന്നു വെച്ചാല് ഒരു ഹോളുണ്ട് താപ്പോട്ട്. അതിന് താഴെയായിട്ടൊരു ഹോളുണ്ടോ? കണ്ടു. ഒരു കമ്പ് എന്തെങ്കിലും ഇട്ട് നോക്കാവോ? ഇട്ട് നോക്കാം. ഒരു മിനിറ്റ്. ഇട്ട് നോക്കിയാ ഡീസൽ എത്ര ഉണ്ടെന്ന് നോക്കിയേ. ഇതിന്റെ അടി പോലും പറ്റാനില്ല. അയ്യോ, അപ്പൊ ഡീസൽ ഇല്ലല്ലേ? ഇല്ല, ഡീസൽ അടുപ്പിച്ചില്ലയോ? അടുപ്പിച്ചിട്ടില്ലായിരുന്നു. ഒരു ഉപകാരം ചെയ്യാവോ? നമ്മുടെ ആ EBയുടെ കോണ്ടാക്ട് നമ്മുടെ ഷെൽട്ടറിനുള്ളോട്ടൊന്ന് കേറിയിട്ടേ, നമുക്ക് അതിൽ 2 കോണ്ടാക്ട് ഉണ്ട്. അതൊന്ന് കുത്തി വെക്കാവോ? ഒരു കമ്പ് എന്തേലും എടുത്തിട്ട്. കേറിയോ? കേറുമ്പോഴേ വലത് സൈഡിൽ ഒരു വലിയ അലമാര പുറത്തിന് പെട്ടി ഇരിക്കുന്നുണ്ടോ? നീല കളറുള്ള. അതിനുള്ളിലേ ഒരു കറുത്ത ഒരു കട്ട കണക്കിന് ഒരു സാധനം 2-3 നീക്കുണ്ടോ? അതന്നെ. അകത്തോട്ടായിട്ടിരിക്കും. അത് അകത്തോട്ട് പ്രസ് ആയിട്ടിരിക്കുവാണോ അതോ പുറത്തോട്ടായിട്ടിരിക്കുവാണോ? ഇന്നലെ ഒരു ഹെൽപ്പ് ചെയ്യുമോ? ഒരു കമ്പ് എന്തെങ്കിലും എടുത്തിട്ട് അതൊന്ന് ഉള്ളിലോട്ടൊന്ന് പ്രസ് ആക്കി അമർത്തി വെക്കാമോ? ഇല്ല, കറണ്ടൊന്നും അടിക്കത്തില്ല. എന്തായാലും ഒരു കമ്പ് എന്തെങ്കിലും എടുത്ത് ഉള്ളിലോട്ട് കുത്തിയെന്ന് വെച്ചാൽ മതി. ഇല്ല, അടിക്കത്തൊന്നുമില്ല. ഒന്ന് കുത്തി വെച്ചേക്കേ. ശരിക്കും അമർത്തി കുത്തി വെച്ചാ മതി. എന്തെങ്കിലും കമ്പ് എന്തെങ്കിലും എടുത്തിട്ട്. പ്ലാസ്റ്റിക് കയറത്തില്ല. വേറെ താഴെ വല്ല ആണിയോ വല്ല കിടപ്പുണ്ടോ നോക്കിയേ. കുത്തിക്കയറ്റി അങ്ങ് വെച്ചാൽ മതി. അപ്പൊ ലൈറ്റൊക്കെ കത്തിക്കോളും. ഹലോ രഘുചേട്ടാ, ഹലോ
ഹലോ, നീ എടുത്തോ ഫോൺ എടുക്കാത്ത? ഫോൺ എടുക്കുന്നില്ലല്ലോ. അയ്യോ അച്ഛാ, എന്തോ പറ്റി? അച്ഛാ, 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 എന്തോ പറ്റി? അയ്യോ, ചാർജ് കിട്ടാവോ? ചാർജ് കിട്ടുന്നുണ്ടോ? ഹലോ, ഹലോ, ആ ശ്യാമ എവിടെയാ? ഇവിടെ ചെറിയ ആക്സിഡന്റ് ഉണ്ടായി ആ സൈഡില്. ആ, അവിടെ സൈഡിലോടെ കണ്ടടിച്ചു, സൈഡിൽ കയറിയിട്ട്. വേഗം എത്തണം, വേഗം. കണ്ടടിച്ചോളാം. ഇതെടുത്ത് കുട്ടിയോ? ഇത്ര ഫ്യൂസ് പോയി കിടക്കുകയായിരുന്നു. ഫ്യൂസ് പോയായിരുന്നു. ഇതുവരെ താങ്കൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇത് ഞാൻ നോക്കിയിട്ട് ശ്രദ്ധിച്ചില്ല. ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തു. ഫ്യൂസ് വയർ എൻ്റെ കയ്യിലില്ല. ഇതിലുണ്ടോ? അതുകൊണ്ട് നടക്കണ്ടേ?
അലോഡാണ്. അത് നോക്കാം. ഞാൻ്റെ കാശ് കൊടുത്ത് വലിക്കുന്നതല്ലേ? ഇതിനകത്തിരുന്ന് പറ്റില്ല. താങ്കൾക്ക് വലിക്കണമെങ്കിൽ പുറത്ത് പറ്റില്ല. നീ വിളിച്ചില്ല, ഞാൻ പഠിച്ചിട്ടില്ല, ഞാനില്ലാത്ത വന്ന് കയറിയത്. താങ്കൾക്ക് വലിക്കണം, താങ്കൾ പുറത്ത് പോകണം. നിങ്ങളെല്ലാവരും എന്നെ വിളിച്ച് കയറ്റിയത്. ഓഫീസിൽ നിന്ന് വന്നതാണോ? കുഴപ്പമില്ല. ഓഫീസിൽ ഞാൻ നിങ്ങൾ വിളിച്ചിട്ടാണ് സൈറ്റ് വന്ന് കയറിയത്. മേളിലോട്ടൊക്കെ വിളിച്ച് പറയാം. ഇനി വേറെ പണി തന്നെ വിളിച്ചേക്കരുത്. ആ നിയാസ്, മുള്ളണിക്കാട് സൈറ്റ് 1 മണിക്കൂറായിട്ട് ഡൗൺ ആണല്ലോ. എന്താ ഇവിടെ ഇഷ്യൂ? എന്താ? കഴിഞ്ഞ മാസം തന്നെ റിപ്പീറ്റ് ഔട്ടേജ് വന്ന സൈറ്റാണത്. സൈറ്റ് അപ്പായോ? ഇതാ ഓമല്ലൂരിൻ്റെ അടുത്തുള്ള സൈറ്റല്ലേ? ആ ശരി ശരി സാറേ, ടെക്നീഷ്യൻ അല്പം മോശമാണ്. റിപ്പീറ്റായിട്ട് ഔട്ടേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ഒരു സൈറ്റാണ്. നമുക്ക് ആ സൈറ്റ് വിസിറ്റ് ചെയ്യാം. ആ ടെക്നീഷ്യനോട് കൂടി പറയും സൈറ്റ് നിൽക്കാൻ പറയും. ഓക്കെ സാർ, ഓക്കെ. അതിൽ 5 കിലോമീറ്ററേ ഉള്ളൂ. 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് സാർ സൈറ്റ്. ശരി, നമുക്ക് നിങ്ങളെ സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം. ടേക്കൻ പെയിലിംഗ് ഇപ്പോൾ കോർപ്പറേറ്റ് പല രീതിയിൽ ചോദിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് ടേക്കൻ പെയിലിംഗ് ഉണ്ടാകുന്ന ലൈസൻസ്? സോ വി ഹാവ് ടു ഗിവ് ലൈസൻസ്. ഓക്കെ ഓക്കെ സസ്യരാജ്, എങ്ങനെയാണെങ്കിൽ നമുക്ക് സൈറ്റിലൊന്ന് പോയിട്ട് ടെക്നീഷ്യനോട് അവിടെ നിന്ന് വെയിറ്റ് ചെയ്യാനോട് പറയും. നമുക്ക് അവിടെ നിന്ന് പോവുകയും ചെയ്യാം. കാരണം സേഫ്റ്റി വീക്കാണല്ലോ, ഹീറോ വീക്കാണല്ലോ. എന്താ ഇഷ്യൂസ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് അവരൊക്കെ ഒന്ന് ബ്രീഫ് ചെയ്യുകയും ചെയ്യാമല്ലോ. ഓക്കെ ലെറ്റ് us go. എന്താണ് സൈറ്റ് കണ്ടിന്യൂസ് ഡൗൺ ആണ്? ഈ സൈറ്റിന്റെ ടെക്നീഷ്യൻ ആരാണ്? നിയാസ് അല്ലേ? ഈ ടെക്നീഷ്യന് തൊട്ടപ്പുറത്തുള്ള ഏരിയയിലല്ലേ? തൊട്ടടുത്ത ടെക്നീഷ്യനാണ് സാർ, ബെസ്റ്റ് ടെക്നീഷ്യനാണ്. പക്ഷേ ഈ ഏരിയയിൽ ടെക്നീഷ്യൻ വളരെ മോശമാണ്. ടെക്നീഷ്യനെ നമ്മൾ ഒരുപാട് ട്രെയിനിങ് കൊടുത്തു, എന്നിട്ട് ആറ്റിറ്റ്യൂഡ് മാറുന്നില്ല. ഓക്കെ. ഓ, പത്തനംതിട്ടയിൽ ഈ പ്രാവശ്യത്തെ ബെസ്റ്റ് ടെക്നീഷ്യൻ അവാർഡ് കിട്ടിയ ടെക്നീഷ്യൻ അല്ലേ? ശരി, നമുക്കൊന്ന് സൈറ്റിലേക്ക് പോകാം. ഓക്കെ സാർ. ഇവിടെ എന്താണ് ഫയർ ഇൻസിഡന്റ് വല്ലതും ഉണ്ടായോ? ഇഷ്യൂസ് അത് വന്നിട്ട് ഇവിടുത്തെ ടെക്നീഷ്യൻ അടുത്ത സൈറ്റിൽ അടുത്ത വീട്ടിലൊരു സൈറ്റ് ഓണറെ തന്നെ വിളിച്ച് ജനറേറ്റർ സ്റ്റാർട്ടാക്കാൻ പറഞ്ഞു. പുള്ളിയാണ് തീർത്ത് വലിച്ചിട്ട് തീർത്ത് വിട്ടു, ഫയറായി. This is a very serious issue because we are, already we are having also Hero Week this week and things like this will happen. It is very sad. What was the reason for this fire? Okay, right. And why this was delay? This outage? What is the reason? ടെക്നീഷ്യൻ കറക്റ്റ് ടൈം അറ്റൻഡ് ചെയ്തില്ല. Who is the technician? Yeah. Come. This is a proper dress code for wearing a cycle. ഞാൻ സൈറ്റിലായിരുന്നു, വേറൊരു വർക്കിലായിരുന്നു. പെട്ടെന്ന് അലാഞ്ഞിട്ടേക്ക് കൂടി വന്നു. കാറിൽ വേറെ വർക്ക് ചെയ്യുന്നുണ്ടോ? അതെയോ? വേറൊരു വർക്കിലായിരുന്നു ഞാൻ. പെട്ടെന്ന് അലാഞ്ഞിട്ടേക്ക് അങ്ങനെ സൈറ്റിലോട്ട് വന്നതാണ്. സോ പ്രോപ്പർ ടൂൾസ് യൂസ് ചെയ്യാറുണ്ടോ? അതെയോ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് വന്നപ്പോൾ സൈറ്റ് വന്നപ്പോൾ കണ്ട സിറ്റുവേഷൻ എന്തായിരുന്നു? ടൂൾസേ ഇല്ലായിരുന്നു, ഒരു ടൂളും കയ്യിലില്ലായിരുന്നു. ഇദ്ദേഹവും സൈറ്റ് ഓണർ മാത്രമുള്ളായിരുന്നു. ഒന്നും ചെയ്യാനൊക്കത്തൊരു അവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു. ഇൻഡസ്ട്രിയൽ സേഫ്റ്റി വീക്ക് ആയിട്ട് ഈ ആഴ്ച ആഘോഷിക്കുകയാണ്. ഇത് രണ്ടാമത്തെ ദിവസമാണ് ഇലക്ട്രിക്കൽ സേഫ്റ്റിയിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്നതിന് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിൽ നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ്. അതിന് ഉപയോഗിക്കുന്ന ടൂൾസ് ഇതൊക്കെയായിട്ട് സൈറ്റ് വരാവുള്ളൂ. ഇപ്പോൾ നിങ്ങൾ വന്നപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. സൈറ്റ് ഓണറെ ഡിപ്പെൻഡ് ചെയ്തു. അൺഓതറൈസ്ഡ് പീപ്പിൾസിനെ കൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം ഇൻഡസ്ട്രി പ്രൊവൈഡ്സ് വളരെ സീരിയസ് ആയിട്ടുള്ള പോയിന്റ്സ് കാര്യമാണ്. നിങ്ങളത് മനസ്സിലാക്കി പ്രവർത്തിക്കണം. അല്ലെങ്കിൽ എത്ര സീരിയസ് ആയ ഇഷ്യൂസ് ഉണ്ടാവും. പ്ലീസ് പോയിന്റ് പ്ലീസ്. താങ്കളുടെ ID കാർഡോ താങ്കളുടെ ടൂൾസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതാണ് താങ്കൾ സൈറ്റ് വരുന്നത്? ഒന്നും എടുത്തില്ലായിരുന്നു. താങ്കളുടെ കമ്പനിയെ അറിയിച്ചു വരും. കമ്പനിയിൽ അറിയിച്ചിട്ടുണ്ട്, സൂപ്പർവൈസറെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. സൂപ്പർവൈസർ എന്ത് പറഞ്ഞു? സൂപ്പർവൈസർ ഇപ്പോൾ വേറെ സൈറ്റിലോട്ട് വരാമെന്ന് പറയുന്നത്. Sam, there is a safety gloves. You have? Yes, I have. You know how to use all these PTs? Yes. Please show him. Do you have your own safety gloves? ഇല്ല. Why your oil is not provided or? ഇല്ല, OMA പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ചെയ്തിരുന്നു. നഷ്ടപ്പെട്ടിരുന്നു.
പണ്ടത്തെ സേഫ്റ്റി ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നില്ല. ഹെൽമെറ്റ് യൂസ് ചെയ്തില്ല. സാർ എല്ലാ രീതിയിലുള്ള ട്രെയിനിങ് ടെക്നീഷ്യന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ടെക്നീഷ്യൻ്റെ ആറ്റിറ്റ്യൂഡിൽ യാതൊരു മാറ്റമില്ല. ആ ഒരു ലെവലിലാണ് ടെക്നീഷ്യൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ട്രെയിനിങ്ങും ടെക്നീഷ്യൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാ രീതിയിലുള്ള ബ്രീഫിംഗ് കൊടുക്കാറുണ്ട്. അപ്റ്റീവ് സൈറ്റ് ഡെലിവറി ഇതൊക്കെ കമ്പനിക്ക് കിട്ടുന്ന വരുമാനമാണ്. സേഫ്റ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഓരോ ഇൻഡിവിജ്വലിനും കിട്ടുന്ന വരുമാനമാണ്. നിങ്ങളുടെ ജീവിതമാണ്. കമ്പനി നിങ്ങളെ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്, അല്ലാതെ ഓരോ ഇൻഡിവിജ്വലിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അത് മനസ്സിലാക്കുക കേട്ടോ. താങ്കളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. താങ്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ കുടുംബത്തിനായിരിക്കും അതിൻ്റെ നഷ്ടം. താങ്കളുടെ അച്ഛനും അമ്മയ്ക്കും താങ്കളുടെ വൈദ്യുതി മക്കൾക്കും താങ്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടാവുമോ? Please follow 6LSR at any time. Protect yourself against a fall when working at height. Use full body harness. Wear your seatbelt while in a car. Wear helmet while driving two-wheelers. While driving, do not use your phone and do not exceed speed limits. No alcohol while working or driving. No unauthorized person allowed to do work on electrical system.